ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ കൊണ്ടുപോകുന്നതാണ് ഇരുമുടിക്കെട്ട് അഥവാ ഇരുമുടി. രണ്ട് ഭാഗങ്ങളായി കെട്ടുന്ന ഒരു തുണി സഞ്ചിയാണിത്. ശബരിമല ക്ഷേത്രത്തിലെ 18-ാം പടി ചവിട്ടാൻ ഇരുമുടിക്കെട്ടില്ലാതെ ഭക്തർക്ക് അനുവാദമില്ല. അയ്യപ്പന്റെ നടയിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും തന്റെ കർത്തവ്യം നിർവഹിച്ചതിന്റെ പ്രതീകമായാണ് ഇരുമുടിക്കെട്ടിനെ കണക്കാക്കുന്നത്. ശബരിമലയിൽ ആദ്യമായി പോകുന്ന ഭക്തന് ഇരുമുടിക്കെട്ട് തയ്യാറാക്കാനും ശിരസിലേറ്റാനും ഗുരുസ്വാമി സഹായത്തിനായി ഉണ്ടായിരിക്കണം. ശബരിമല ദർശനം കഴിഞ്ഞ് പ്രസാദം കൊണ്ടുവരാനും ഇരുമുടിക്കെട്ട് ഉപയോഗിക്കുന്നു. ഇരുമുടിക്കെട്ടിന് പ്രധാനമായും 2 അറകളാണുള്ളത്. ഓരോ അറയും ഓരോ ആവശ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്കും അയ്യപ്പന് സമർപ്പിക്കാനുമുള്ള വസ്തുക്കളാണ് ഇരുമുടിക്കെട്ടിന്റെ മുൻഭാഗത്തിൽ വയ്ക്കുന്നത്. ഇതിലുണ്ടാവുന്ന ചില വസ്തുക്കളെയാണ് നെയ്ത്തേങ്ങ, അടക്ക, കൽക്കണ്ടം, മലർ, നാളികേരം, മുദ്രാ നാളികേരം തുടങ്ങിയവ. ഇത് തയ്യാറാക്കുന്ന പ്രദേശങ്ങൾക്കനുസരിച്ച് മാറ്റം വരാറുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്റെ സ്വന്തം ഉപയോഗങ്ങൾക്ക് ഉള്ള സാധനങ്ങളാണ് പിൻകെട്ടിൽ വയ്ക്കുന്നത്. ഇതിലുണ്ടാവുന്ന ചില വസ്തുക്കളാണ് ഭക്ഷ്യവസ്തുക്കൾ: വെറ്റില, അടക്ക, വിഭൂതി, ചന്ദനം, കാണിക്ക എന്നിവ. വ്രതാനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണ ശേഷം ഭക്തൻ ശബരിമല യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നടത്തുന്ന പ്രധാന ചടങ്ങാണ് കെട്ടുനിറ. സാധാരണയായി സ്വന്തം വീട്ടിലോ അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ഗുരുസ്വാമിയുടെ ഇല്ലങ്ങളിലോ ആണ് കെട്ടുനിറ നടത്തുന്നത്. ഇരുമുടിക്കെട്ടിന്റെ 2 അറകളിലും സാധനങ്ങൾ നിറച്ച് തയ്യാറാക്കുന്നു. തുടർന്ന് ഗുരുസ്വാമി അല്ലെങ്കിൽ മുതിർന്ന സ്വാമിമാർ ഇരുമുടിക്കെട്ട് ഭക്തന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ പരീക്ഷണമാണ് ശബരിമല തീർത്ഥാടനം. തീർത്ഥാടനം വിജയകരമായി പൂർത്തീകരിക്കാൻ തീർത്ഥാടകർ ലളിത ജീവിതത്തോടുകൂടി വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ലളിത ജീവിതത്തിന്റെ പ്രതീകമായ മാല ധരിക്കുന്നതിലൂടെയാണ് വ്രതം തുടങ്ങുന്നത്. ഈ ചടങ്ങിന് മാലയിടൽ എന്ന് പറയുന്നു. അയ്യപ്പന്റെ ലോക്കറ്റോടു കൂടിയ മുത്തുമാലയാണ് ഭക്തർ ധരിക്കുന്നത്. മാലയിട്ടു കഴിഞ്ഞാൽ ഭക്തന്മാർ എല്ലാ ലൗകിക സുഖങ്ങളും വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കേണ്ടതുണ്ട്. പുകവലിയും മദ്യപാനവും നിർബന്ധമായും വെടിയണം. തീർത്ഥാടന കാലത്ത് ഭക്തർ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ആചാരപ്രകാരം മാലയിടേണ്ടത് ഒരു പൂജാരിയിൽ നിന്നോ ഗുരുസ്വാമിയിൽ നിന്നോ ആയിരിക്കണം. 18 വർഷം മല ചവിട്ടിയ ആളെയാണ് ഗുരുസ്വാമി എന്ന് പറയുന്നത്. വീട്ടിലെ പൂജാമുറിയിൽ വെച്ചും ഒരാൾക്ക് മാലയിടാവുന്നതാണ്. തീർത്ഥാടനം പൂർത്തിയായി കഴിഞ്ഞാൽ മാല ഊരാവുന്നതാണ്. അയ്യപ്പ ഭക്തർ അനുഷ്ഠിക്കുന്ന 41 ദിവസത്തെ ലളിത ജീവിതത്തിനാണ് മണ്ഡലവ്രതം എന്ന് പറയുന്നത്. ലളിതവും ഭക്തിനിർഭരവും ദുശീലങ്ങൾ വെടിഞ്ഞതുമായ ജീവിതമാണ് വ്രതകാലത്ത് നയിക്കേണ്ടത്. മാലയിടൽ വ്രതത്തിന്റെ സൂചനയാണ്. ശനിയാഴ്ചയോ ഉത്രം നക്ഷത്രത്തിലോ മാല ധരിക്കാവുന്നതാണ് ഉത്തമമെന്ന് ഭക്തർ കരുതുന്നു. ഉത്രം ശ്രീ അയ്യപ്പന്റെ ജന്മനക്ഷത്രമാണ്. 41 ദിവസത്തെ വ്രതം എന്നും സങ്കല്പം അച്ചടക്കവും ആരോഗ്യശീലങ്ങളും ജീവിതത്തിൽ പകർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആത്മനിയന്ത്രണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സൽഗുണങ്ങൾ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വ്രതകാലത്ത് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ലൗകിക കാര്യങ്ങളിലുള്ള വിരക്തി പ്രകടമാക്കുന്നു. മുടിമുറിക്കുന്നതും ക്ഷൗരം ചെയ്യുന്നതും നഖം വെട്ടുന്നതും ഈ സമയത്ത് നിഷിദ്ധമാണ്. ശബരിമല തീർത്ഥാടനത്തിനു വേണ്ടി ഇരുമുടിക്കെട്ട് കെട്ടുന്നതുമാണ് ഈ ആചാരം. ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഒരുക്കുന്നത്. ലളിത ജീവിതം നയിച്ച് വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടും തലയിലേന്തി എത്തുന്നവരെ മാത്രമേ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുകയുള്ളൂ. മറ്റു ഭക്തർക്ക് വേറൊരു വഴിയിലൂടെ ശ്രീകോവിലിന് മുന്നിലെത്തി തൊഴാവുന്നതാണ്. കെട്ടുനിറയുടെ ഭാഗമായി ചകിരി മാറ്റി വെടിപ്പാക്കിയ തേങ്ങയിൽ ശരണം വിളികളോടെ അഭിഷേകത്തിനുള്ള പശുവിൻ നെയ്യ് നിറയ്ക്കുന്നു. തേങ്ങയുടെ മുകളിൽ ചെറിയ ദ്വാരമുണ്ടാക്കി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതും നെയ്യ് നിറയ്ക്കുന്നതും പ്രതീക രൂപാത്മകമാണ്.
ഇതിലൂടെ മനസ്സിൽ നിന്ന് ലൗകിക ബന്ധങ്ങൾ വിച്ഛേദിച്ച് ആത്മീയ ചിന്ത നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നെയ് നിറച്ച തേങ്ങയാണ് അയ്യപ്പസ്വാമിക്കുള്ള വഴിപാട്. ഇരുമുടിക്കെട്ടിന്റെ ആദ്യ അറയിൽ നെയ്ത്തേങ്ങയും അയ്യപ്പസ്വാമിക്കുള്ള മറ്റ് പൂജാദ്രവ്യങ്ങളും നിക്ഷേപിച്ച് ചരടുകൊണ്ട് കെട്ടുമുറുക്കുന്നു. ഈ അറ ആത്മീയ ശക്തിയാൽ നിറഞ്ഞതാണ്. അടുത്ത അറയിൽ വിവിധ പവിത്ര സ്ഥാനങ്ങളിൽ ഉടക്കാനുള്ള തേങ്ങകൾ നിറയ്ക്കുന്നു.